Hello, human. It's me, Octopus. Welcome to my world. ാണ് ശാസ്താംകോട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് കൊല്ലപ്പെട്ട കുഞ്ഞുമോളുടെ അഭിഭാഷകനും കേസ് അതീവ ഗൗരവസ്വഭാവമുള്ളതാണെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. തുടർന്നാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. കേസിൽ റിമാൻഡിൽ കഴിയുന്ന അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പഴുതടച്ച അന്വേഷണമാകും പോലീസ് നടത്തുകയെന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ 24 പറഞ്ഞു. ഡോക്ടർ ചീക്കുട്ടിക്ക് ജാമ്യം കിട്ടിയില്ല കേട്ടോ. ഇതിനൊക്കെ ഡോക്ടർ എന്ന് പറയുന്നത് തന്നെ ലജ്ജ തോന്നുകയാണ്. മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാനാണ് ഒരു ഡോക്ടർ ജോലി ചെയ്യേണ്ടത്, അല്ലാതെ ഒരു മനുഷ്യജീവൻ കൊന്നുകളയാൻ വേണ്ടി ആജ്ഞാപിക്കാനല്ല. റോങ് സൈഡിൽ കൂടെ അവർ കയറി വന്നു, ശരി തന്നെ. അങ്ങനെ കയറി വന്നാലും ഇങ്ങനെ ഇടിച്ച് തള്ളിയിട്ടിട്ട് ബാക്കിലോട്ട് എടുത്ത് അവരെ രക്ഷിക്കാനല്ലേ ഒരു ഡോക്ടറായെന്നുള്ള നിലയിൽ ജയിക്കാനുള്ളത്, അല്ലാതെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ക്രൂരമായ രീതിയിൽ എടുത്തുകൊണ്ട് പോകാൻ ആജ്ഞാപിക്കാനാണോ? നിങ്ങൾ തന്നെ പറയൂ. എന്നിട്ട് അതിനൊക്കെ അപ്പുറമായിട്ട് ന്യായീകരണം പൊളുത്താനായിട്ട് ചീക്കുട്ടിയിലെ അമ്മ വന്ന് മെഴുകി തള്ളയാണ്. ഉള്ള കള്ളത്തരം അത്രയും പറഞ്ഞുകൊണ്ട് ആരോപണവുമായി ഡോക്ടർ ശ്രീകുട്ടിയുടെ അമ്മ രംഗത്ത് വന്നു. അത് യവൻ മദ്യപിപ്പിച്ച് കൊച്ചിന്റെ ആഭരണം എല്ലാം കയ്ക്കലാക്കി. ആ കുട്ടിയുടെ 2 വണ്ടി ഉണ്ടായിരുന്നു, R3യും വേറൊരു ആക്റ്റീവയും. അത് രണ്ടും അവൻ എടുത്തിട്ട് ട്രാപ്പിൽ ഇവ ഈ 2 മാസം കൊണ്ടാക്കി എല്ലാ ആഭരണവും കൊച്ചി. പിന്നെ മദ്യം വയ്ക്കാത്തതിൻ്റെ ആളുടെ അണ്ണാക്കിൽ കൂടി മദ്യം ഒഴിച്ചു കൊടുത്താണ് അവർ ഓണത്തിന് ഇങ്ങനെ ഇത്രയും ക്രൂരമായ രീതിയിൽ ഇങ്ങനെ കൊലപാതകത്തിന് കൊണ്ടുപോയത്. പിന്നെ R3 ആക്റ്റീവയൊക്കെ അവർ വേറെ ചാനലിൽ പറയണത് കേട്ട കോമഡി വന്നു. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് എടുത്തിടാത്തത്. കള്ളത്തരം പറയണതിനും ഒരു ന്യായീകരിക്കുന്നതിനും ഒരു പരിധിയില്ലേ? അവർ മദ്യം വയ്ക്കാത്ത ഒരു കുടുംബക്കാരോട് മദ്യം വയ്ക്കില്ല, അതുകൊണ്ട് മോളെ മദ്യം വയ്ക്കില്ല. മദ്യം വയ്ക്കണമെന്ന് കണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അതും കള്ളത്തരമാണെന്ന്. അത് ട്രാപ്പ് ചെയ്തിട്ടാണ് മദ്യം ഒഴിച്ചു കൊടുത്തത്. എന്തരൊക്കെ കാണണോടെ.